ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ സ്കൂളൊക്കെ വിട്ട് വരാനായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞേട്ടാ നമുക്കൊന്ന് കേസരി ഉണ്ടാക്കി നോക്കാമെന്ന്. പുതിയ പാത്രമൊക്കെ വാങ്ങിയോണ്ട് പുതിയ കേസരിയൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ കേസരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം തന്നെ റവ അളന്നെടുക്കാം. അപ്പോൾ ഞാൻ 1 കപ്പ് റവയാണ് കേട്ടോ ഇപ്പോൾ അളന്നെടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ചൊക്കെ എടുക്കുക കേട്ടോ. 1/2 കപ്പ് റവ എടുക്കുകയാണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ നിങ്ങൾക്ക് കപ്പില്ലാന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നിങ്ങളൊരു ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി കേട്ടോ. ഒരു ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് റവ അങ്ങനെ അളന്നെടുത്താൽ മതി. ഞാനിപ്പോൾ അതാ 1 കപ്പ് എന്ന് പറഞ്ഞാൽ 250 ml കേട്ടോ. ഇത് 1/2 കപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം വെച്ച് എടുത്തത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ റവയൊക്കെ അളന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാല് വേണം. ഞാൻ പാലാണ് കേട്ടോ കേസരിയിലേക്ക് ഒഴിക്കുന്നത്. അപ്പം ഇതാ നമ്മൾ അതിന് വേണ്ടിയിട്ട് പാലെടുക്കുന്നുണ്ട്. ഒരു 2 കപ്പ് പാലെടുത്തോളൂ കേട്ടോ. 2 കപ്പ് പാലെടുത്തോളൂ. അതായത് 1 കപ്പ് റവയാണെങ്കിൽ 2 കപ്പ് പാൽ, 1 ഗ്ലാസ് ആണെങ്കിൽ 1 ഗ്ലാസ് റവയാണെങ്കിൽ 2 ഗ്ലാസ് പാൽ, അങ്ങനെ എടുക്കണം കേട്ടോ. അപ്പോഴേ അതിന് ഒരു റേഷ്യോ കണക്കാവുള്ളൂ. എനിക്കിവിടെ ഒരു ചെറിയ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഞാനിപ്പോൾ അളന്നെടുക്കുന്നത് 1.5 കപ്പ് എടുക്കുന്നു. ലാസ്റ്റ് ഞാൻ ഒരു 1/2 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പാൽ. അപ്പോൾ ഞാൻ എന്തായാലും പാലൊക്കെ അളന്നെടുത്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ വേണ്ടത് മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഏലക്കായ തൊലി കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് പഞ്ചസാര കേട്ടോ. മധുരം അല്പം കൂട്ടി തന്നെ എടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ പാനൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷമാണ് കേട്ടോ ഞാൻ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ നെയ്യ് ഞാൻ നമ്മുടെ പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ നമ്മൾ വറുത്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം റൈസിൻസാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഇതിൽ തന്നെ നമ്മൾ എന്താ പറയുക, നമ്മുടെ കാഷ്യൂനട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും വറുത്തെടുത്തു. പിന്നെ ഈ നമ്മുടെ ഒരു നെയ്യിലേക്ക് തന്നെ നമ്മുടെ റവ ഇട്ടിട്ട് വറക്കുകയാണ് കേട്ടോ. വറക്കാൻ പോവാണ് ഗൈസ് ഞാൻ. അപ്പോൾ അത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ കട്ട പോലെയൊക്കെ തോന്നും, പക്ഷേ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ സാധാരണ നന്നായിട്ട് പൊടിഞ്ഞ് തന്നെ വന്നോളൂ കേട്ടോ. നല്ല രീതിക്ക് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല രീതിക്ക് തന്നെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. അത്യാവശ്യം കൂട്ടി തന്നെ പഞ്ചസാര എടുക്കുക കേട്ടോ. ഇപ്പോൾ 1 കപ്പ് റവയാണെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര എടുത്തോളൂ. നല്ല മധുരം വേണം കേട്ടോ നമ്മുടെ കേസരിക്ക്. നമ്മളിപ്പോൾ റവയിലേക്ക് ഒരുപാട് മധുരം ഇട്ടാൽ തന്നെ അതിൽ മധുരം ഉണ്ടാവുള്ളൂ. ഞാനിട്ടപ്പം കുറച്ച് മധുരം കുറവായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ കുറച്ച് കൂട്ടി തന്നെ മധുരം ഇടുക. അപ്പം മധുരം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഇനിയാണ് നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേസരി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് പാല് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ പാല് ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെറുതായി ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കട്ടയില്ലാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കി മുഴുവനായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി നമ്മുടെ പാനിൽ നിന്ന് വിട്ട് പോരുന്നൊരു പരുവത്തിലാക്കണം. ഇനി ഇതിൽ നമ്മൾ പാലിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് വേറെ സാധനം ചേർക്കണം, നെയ്യൊക്കെ ചേർക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ കട്ടയില്ലാതെ ഞാൻ യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി പാലും കൂടെ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കട്ടയില്ലാതെ തന്നെ നമുക്കിതിനെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ടയില്ലാതെ ഒന്നും കൂടെ നല്ല രീതിക്ക് തന്നെ ഇത് ഇളക്കി യോജിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കൈ വെക്കാതെ ഇളക്കുക. പിന്നെ തീയൊക്കെ സിമ്മിലിടാൻ ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട കിട്ടും. റവയാണ്, അപ്പം പെട്ടെന്ന് തന്നെ കട്ട കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം ഈ ഒരു പരുവത്തിൽ തന്നെ നിങ്ങൾ കുറച്ചൊന്ന് സിമ്മിലൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാനിതിലേക്ക് നമ്മുടെ എന്താ പറയുക, ഏലക്ക ഞാൻ ചതച്ചെടുത്ത് വെച്ചതാണ്. ശരിക്കും നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. പഞ്ചസാരയുടെ കൂടെയൊക്കെ ചേർത്ത് പൊടിക്കുകയാണെങ്കിൽ അതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എനിക്ക് കുറച്ച് കട്ട കൂടുതലായി തോന്നി. അപ്പോൾ അതാണ് ഇത്തിരി പാലൊഴിച്ചത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കപ്പ് പാലെടുക്കണം എന്ന്. ഞാനെടുത്ത് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞാനൊരു കളറിന് വേണ്ടി ഒരു അല്പം മാത്രം കേട്ടോ, അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നെയ്യ് ഇട്ടത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഗൈസ് ഇതാ ഇങ്ങനെ ഒരു എന്താ പറയുക, പാനിൽ നിന്ന് വിട്ട് പോരുന്നൊരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാകുമ്പോൾ ഞാൻ നമ്മുടെ റൈസിൻസും കാഷ്യൂനട്ടും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ലാസ്റ്റ് അതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റൈസിൻസും നമ്മുടെ കാഷ്യൂനട്ടും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഒരു പ്ലേറ്റാണ്. ഞാനൊരു പ്ലേറ്റിലേക്കാണ് ആക്കുന്നത്. അപ്പോൾ അതിൽ എന്തായാലും ഒരു ഇത്തിരി നെയ്യ് തടവി കൊടുക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നെയ്യ് തടവി കൊടുത്തില്ലെങ്കിൽ നല്ല രീതിക്ക് കിട്ടൂല കേട്ടോ. പിന്നെ ഞാൻ ഇത് അതിലേക്ക് മാറ്റി വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പം ഞാനൊരു കുറച്ച് നേരം വെച്ച് തണുപ്പായതിന് ശേഷമാണ് കേട്ടോ നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റിയത്. ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയതാണ്. ഇപ്പം ഞാൻ മുകളിൽ വെച്ച് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് റവ കേസരി. അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും മക്കൾക്ക് കഴിക്കാൻ വേണ്ടി 2 പീസ് 2 പ്ലേറ്റിലാക്കി എടുത്തിട്ടുണ്ട്. ഏട്ടനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞങ്ങളെടുത്തു. എങ്ങനെയുണ്ട്?